ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഓൾറെഡി തമ്മിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൊട്ടറ്റോ സ്മൈലിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാമെന്ന് നോക്കാം. പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് വേവിച്ചെടുത്ത പൊട്ടറ്റോ കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ മുഴുവനോടെ ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തതാണ്, ചെറിയ ചൂടോടക്കനെ. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. അത് നമുക്കൊന്നെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നതിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വേവ് കൂടിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചാൽ മതി. കുറച്ച് വേവ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കഷ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികൾക്കായ കാരണം അധികം വേണ്ടാത്ത കാരണം ഞാൻ കുറച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്തതായിട്ട് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യാനുസരണം നോക്കിയിട്ട് പിന്നെ വേണമെന്ന് നോക്കിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ബോളാക്കി എടുക്കണം. ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ബോൾ ചെയ്തെടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്തായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ. നമുക്ക് റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അധികം നന്നായി കനം കുറച്ചിട്ട് റോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയൊരു കനത്തിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കനത്തിലാണ്. അപ്പം എല്ലാ സൈഡും ഈക്വൽ ആയി ഇരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ്. അത് നമുക്ക് ഈ സൈഡിലേക്ക് വെച്ചെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. മുകളിലേക്ക് കുറച്ച് കോൺഫ്ലോർ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആവുന്ന തരത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും റോളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാനിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ കോൺഫ്ലോർ കൗണ്ടർ ടോപ്പിൽ പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ സ്മൈലിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി സ്മൈലിക്ക് കണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രോ എടുത്തിട്ട് 2 കണ്ണ് പോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും ഇതുപോലെ സ്ട്രോ വെച്ചിട്ട് 2 കണ്ണ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഒരു വായ പോലെ സ്മൈലി ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പുറത്തൊരു സ്റ്റെയിനറിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോരി ഇടാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കായ കാരണം ഞാൻ അധികം സ്പൈസി ആക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി എരിവ് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള എന്റെ മോൾക്ക് വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ തന്നെ നമുക്കിത് ആയി കിട്ടും. ഇപ്പൊ ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ സ്റ്റെയിനറിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ക്രിസ്പി ആയി വരും. സ്മൈൽ എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം.
ചെറിയ ബോളുകളൊക്കെ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ ഒരു സൈഡും ആയി വരട്ടെ. ഈ സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈവനിങ് ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.